അത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിജീവിതയുടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് സംവിധായകൻ രഞ്ജിത്തിനെതിരെ. അത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിനിപ്പോ ഒരു SIT ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മാൻഡേറ്റ് കിട്ടിയതിനു ശേഷം അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നതായിരിക്കും. വിഷ്ണു സുരേഷ് തുടരുന്നു. വിഷ്ണു, ഇനിയിപ്പോൾ ഇതിന്റെ തുടർ നടപടികൾ അത് പൂർണ്ണമായും ഈ വനിതാ IPS ഓഫീസർമാർ ഉൾപ്പെട്ട സംഘത്തിന് തന്നെ ആയിരിക്കും അല്ലേ? ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസിന് എറണാകുളം നോർത്ത് സ്റ്റേഷന് ഈ FIR രജിസ്റ്റർ ചെയ്യുക എന്ന സാങ്കേതിക ജോലി മാത്രമേ കാണൂ അല്ലേ? വിജയകുമാർ, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാങ്കേതികത്വം മാത്രമാണ് നിലവിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രം നോർത്ത് പോലീസിന് ചെയ്യാനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർ നടപടികളൊക്കെ സ്വീകരിക്കുക SIT ആയിരിക്കും. അത് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. കാരണം പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലുമാണ് സർക്കാർ ഇടപെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ആ അന്വേഷണ സംഘം രൂപീകരിച്ച ഘട്ടത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആരോപണങ്ങളുമായിരിക്കും അന്വേഷിക്കുക എന്നാണ് ആദ്യഘട്ടത്തിൽ കരുതിയെങ്കിലും ഇന്നലെയോടുകൂടി അതിനൊരു വ്യക്തത വന്നു. ഏറ്റവും ആദ്യം അവർ പ്രഥമ പരിഗണന നൽകാൻ പോകുന്ന കേസ് നടൻ സിദ്ദിഖിനെതിരെയും അതോടൊപ്പം തന്നെ രഞ്ജിത്തിനെതിരെയും ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ആണ് എന്ന്. ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഇന്ന് വൈകിട്ടോടുകൂടി ഒരു പരാതി, അതിജീവിത പരാതി നൽകുന്നു. ആ പരാതി ഇപ്പോൾ ഇതാ ഒരു കേസായി മാറിയിരിക്കുന്നു. അങ്ങനെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ എത്തുന്ന ആദ്യത്തെ കേസായി, ഈ വിഷയത്തിലെ ആദ്യത്തെ കേസായി രഞ്ജിത്തിനെതിരെയുള്ള കേസ് മാറുന്നു. ഇനി അവരുടെ ഇടപെടലായിരിക്കും ഉടനീളം ഉണ്ടാകുക. ഈ കേസ് അങ്ങോട്ടേക്ക് കൈമാറും. അവരുടെ ഒരു ഗൈഡ് ലൈൻ ഇനി വരാനുണ്ട്. പക്ഷേ നാളെ ആയിരിക്കും ആ ഗൈഡ് ലൈൻ പ്രത്യേക അന്വേഷണ സംഘം പുറത്തിറക്കുക. അതിനുശേഷമായിരിക്കും കേസന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കുക. ഒരുപക്ഷെ ഈ ചില സ്ഥലങ്ങളും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കൊച്ചി സിറ്റി പോലീസിന്റെ ഭാഗത്തു നിന്ന് ശേഖരിച്ച് നൽകും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ശക്തമായ അന്വേഷണം ഉറപ്പായും ഉണ്ടാകുക ഈ സ്പെഷ്യൽ ടീമിന്റെ ഭാഗത്തു നിന്നായിരിക്കും. ഐശ്വര്യ ഡോങ്കറെ അടക്കമുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ട്. അവരുടെ നേതൃത്വത്തിൽ സ്പർജൻ കുമാറാണ് ആ സംഘത്തിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ. അവരുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിക്കും. ബംഗാളി നടിയുടെ മൊഴി രേഖപ്പെടുത്തണം. അത് അവിടെ എത്തി ബംഗാളിലെത്തി രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരത്തില്ല, മറിച്ച് അന്വേഷണ സംഘം അവിടെ പോയി അവരുടെ മൊഴി രേഖപ്പെടുത്തും. ഒപ്പം ഇതിൽ തെളിവുകൾ സമാഹരിക്കേണ്ടത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. പ്രത്യേകിച്ച് 2009 നടന്ന കേസാണ്. 2009 നടന്നതുകൊണ്ട് തന്നെ ഒരു നിമിഷം വിഷ്ണു തുടരുക. ഇപ്പോൾ ഫാദർ അഗസ്റ്റിൻ വട്ടോളി ടെലിഫോൺ ലൈനിലുണ്ട്. ഫാദർ, ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഈ വൈകിട്ട് ഈ പരാതി ഇമെയിലായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചപ്പോൾ തന്നെ നമ്മൾ ഇത്തരമൊരു കേസ് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചതാണ്. കാരണം ആ പരാതിയിൽ ഒത്തിരി കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്. എപ്പോൾ നടന്നു, എവിടെ വെച്ച് നടന്നു, അതിൻ്റെ സാഹചര്യം, അതിൻ്റെ പശ്ചാത്തലം. ആ പരാതി അന്ന് തന്നെ ഈ മോശം അനുഭവത്തെ പറ്റി അഭിനേത്രി അവരുടെ കേരളത്തിലെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. താങ്കളടക്കമുള്ളവർക്ക് ആ ഘട്ടത്തിൽ അവരെ സഹായിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഈ പരാതി അവഗണിക്കാൻ കഴിയില്ല. അതിൻ്റെ സ്വാഭാവിക നടപടി എന്ന നിലയിൽ FIRലേക്ക് പോകുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് ആ കേസ് പോകുന്നു. താങ്കൾ എന്താണ് കരുതുന്നത്? ഇത് ഒരു സോളിഡായ ഒരു നിലനിൽക്കുന്ന ഒരു ഗൗരവമുള്ള കേസായി മാറുകയല്ലേ അല്ലേ? അതെ അതെ, അത് കേരള സമൂഹത്തിൽ ഇത് കൊടുക്കുന്ന വളരെ വ്യക്തമായ സന്ദേശമുണ്ട്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക്, ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള സ്ത്രീകൾക്ക് ഭയപ്പെടാതെ നിങ്ങളിത് തുറന്ന് പറയണം എന്നുള്ള വലിയ സന്ദേശം. അത് WCC അടക്കമുള്ള WCC ആണ് അതിന് ഏറ്റവും നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ജനാധിപത്യത്തിലും നമ്മുടെ ഭരണഘടനയിലും സ്വാതന്ത്ര്യത്തിലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നതിലൊക്കെ നമ്മൾ ആത്മാഭിമാനം കൊള്ളുന്ന സാംസ്കാരിക രാഷ്ട്രീയ കേരളത്തില് ഏറ്റവും നന്ദി പറയേണ്ടത് WCCയോടും ആ സ്ത്രീ കൂട്ടായ്മയോടാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കാരണം ഇതൊക്കെ സാധാരണമാണ്, ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ്, ഇതെല്ലാം നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ള ആ വലിയൊരു ബോധത്തിൽ, പൊതുബോധത്തിൽ അതിന്റെ നിർഗന്ധരയ്ക്ക് തന്നെ കിട്ടിയൊരു ആഘാതമാണിത്. അത് കേരള സമൂഹത്തിൽ വലിയ ചലനം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഈ സ്ത്രീ അത് തുറന്നു പറയാൻ കാണിച്ച ആർജവത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ വലിയ പിന്തുണ അവർക്ക് ആവശ്യമുണ്ട്. കേരള ഗവൺമെന്റിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ വരട്ടെ, അവർ വന്ന് ഇത് പറയട്ടെ എന്ന് വളരെ നിർമ്മമമായി നോക്കി നിൽക്കാതെ സക്രിയമായിട്ട് ഇടപെടാനും ഇത്തരത്തിലുള്ള
തെമ്മാടിത്തരം ചെയ്യുന്നവരെ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാനും പ്രതിജ്ഞാബദ്ധമായ ഒരു ഗവൺമെന്റ് ആയിരിക്കണം ഇത്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തം വളരെ വർദ്ധിക്കുകയാണ്. അതിന് നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു ബംഗാളിൽ നിന്ന് വന്ന ആ സ്ത്രീ വളരെ ഉയർന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വളരെ കഴിവുറ്റ ഒരു സ്ത്രീയാണ്. അപ്പൊ ഇത് നമ്മുടെ കേരള സമൂഹത്തിലും കേരളത്തിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വാളയാർ സമരവും കന്യാസ്ത്രീ സമരവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. തുറന്നു പറയാൻ അവർ ധൈര്യം കാണിച്ചപ്പോ കേരള സമൂഹം അതിന് നീതിബോധം ഉള്ള കേരള സമൂഹം അവരെ പിന്തുണച്ചിട്ടുണ്ട്. ചെറിയൊരു വിഭാഗം ആളുകൾ അവരെ സൈബർ അറ്റാക്ക് നടത്താനും അവരെ അവമതിക്കാനും തയ്യാറായ ഒരു ചെറിയ സമൂഹം ഇവിടെയുണ്ട്. അതിനെ അവഗണിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന കേരള സമൂഹത്തിന് ഇത് ഈ നൽകുന്ന സന്ദേശം, ഞങ്ങൾ പരാതി പറയുക മാത്രമല്ല, നിയമത്തിന്റെ വഴിയിലേക്ക് അവർ കടന്നു വരുമ്പോ അവർ ആ നിലപാട് അവരുടെ അനുഭവം നമ്മളോട് പങ്കുവെച്ചു. അപ്പൊ ആ അനുഭവം പങ്കുവെച്ചു എന്ന് മാത്രമല്ല, നിയമത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോൾ വീണ്ടും നമുക്ക് വളരെ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഒരു ജനാധിപത്യ പ്രക്രിയ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പൊ ഇനിയും തുറന്നു പറയാനുള്ള സ്ത്രീകൾക്ക് അത് വളരെ വലിയ ബലമാണ് നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരോട് കൃതജ്ഞത ഉള്ളവരായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാദർ, ഇവിടെ മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടാനുള്ളത്, ഇപ്പോൾ നടൻ സിദ്ദിഖ് ഇപ്പോൾ താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം, ഒരു വെളിപ്പെടുത്തലാണ് മറ്റൊരു അഭിനേത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അവരതിന് ഒരു നിയമ നടപടിയിലേക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നവർ അറിയിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? തൊട്ട് പിറ്റേന്ന് തന്നെ ഇതിൽ ഗൂഢാലോചന ആരോപണവുമായി സിദ്ദിഖ് ഒരു പരാതി DGPക്ക് നൽകുന്നു. ഇപ്പോൾ കേൾക്കുന്ന തിരക്കിട്ട് അതിന്മേൽ നടപടിയിലേക്ക് എത്തിച്ച അന്വേഷണത്തിലേക്കൊക്കെ പോകാൻ ഒരുങ്ങുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ പക്ഷേ അതിലും എന്താണ്, ഈ അഭിനേത്രി, ബംഗാളിൽ നിന്നുള്ള അഭിനേത്രി പോലീസിനെ നേരിട്ട് സമീപിച്ചതോടെ ആദ്യം അവരുടെ പരാതിയിൽ കേസെടുക്കേണ്ടി വന്നു പോലീസിന്. പക്ഷേ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സിദ്ദിഖ് അതിലൊരു ഗൂഢാലോചനാവാദവുമായി വന്നു. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അത് DGP ഇപ്പോൾ അതിൽ പ്രാഥമിക പരിശോധനയ്ക്ക് പോലീസിന് കൈമാറി എന്ന് കേൾക്കുന്നു. അപ്പോൾ ഈ പരാതി ഇവിടെ വരികയും ഇത് പോലീസ് FIR ഇടുകയും ചെയ്തത് സമാനമായ ബുദ്ധിമുട്ടുകൾ നേരിട്ട, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ അതിജീവിത എന്ന് നമ്മൾ പറയുന്ന എല്ലാവർക്കും ആത്മവിശ്വാസം നൽകുന്ന ഒന്നായിരിക്കുമല്ലോ, അല്ലേ? അതെ 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 അത് കാരണം നമ്മൾ ഈ സ്ത്രീകൾ തുറന്നു പറയാത്തതിനെ പറ്റി ഒരുപാട് കാരണങ്ങൾ, അത് പ്രത്യേകിച്ച് നമ്മുടെ പാർവതി തിരുവോത്തൊക്കെ അത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ട് സ്ത്രീ പരാതി പറയുന്നില്ല? കാരണം പരാതി പറഞ്ഞ സ്ത്രീകളുടെ ജീവിതം കഷ്ടപ്പുകയായിട്ടുണ്ട്. ഇപ്പൊ കന്യാസ്ത്രീ സമരത്തിലുള്ള അതിജീവിതയായ സ്ത്രീ അവർ അനുഭവിച്ച ഈ കേസ് കൊടുത്തതിന്റെ പേരിൽ അവർ അനുഭവിച്ച പാടുപീടകൾ നേരിട്ട് ഏറ്റവും അടുത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അത് അവരുടെ ഒരു വാക്ക് ഞാൻ പറയുന്നത്, അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അത് നന്നായിരിക്കും. കാരണം അവർ ഒരു ഘട്ടത്തിൽ അവർ പറയാ, വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ അവർ പറയുകയായിരുന്നു, 13 അല്ല 13,000 പ്രാവശ്യം ഒരു സ്ത്രീ അതിക്രമത്തിന് വിധേയമായാലും അവർ ഒരിക്കലും നീതിയുടെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന നിയമ സംവിധാനത്തിന്റെ പോലീസിന്റെ കോടതിയിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്കൊന്നും വരരുത്. കാരണം അവരനുഭവിച്ച ആ 13 പ്രാവശ്യം അനുഭവിച്ചേക്കാളും ഭീകരമായ അനുഭവമാണ് ഈ കോടതിയിലും വിസ്താരത്തിന്റെ വേളയിലും ഒക്കെ അവരനുഭവിച്ചത്. അപ്പൊ വളരെ വലിയ സ്ത്രീ വിരുദ്ധമായ ഒരു എരകൾക്ക് എതിരെ നിൽക്കുന്ന ഒരു ഒരു പ്രത്യേക സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറണം. അത് അവർക്ക് തുറന്നു പറഞ്ഞതിന്റെ പേര് വീണ്ടും പീഡാനുഭവം, വീണ്ടും വളരെ ദുരിതപൂർണമായ ജീവിതം നയിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഒരു അടിമുടി ഉടച്ചു വാർക്കൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ തുറന്നു പറഞ്ഞ സ്ത്രീകൾക്ക് വീണ്ടും അവരുടെ ജീവിതം വളരെ ദുരിതപൂർണമാക്കാത്ത വിധത്തിൽ ഇത് പരിഹരിക്കാനുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ അന്വേഷണം നടത്തുമ്പോൾ അതിന്റെ പ്രോസിക്യൂഷന്റെ സമയത്ത്, വിചാരണയുടെ സമയത്ത് ഇതൊക്കെ നടക്കണം. അപ്പൊ അങ്ങനെ വളരെ സമഗ്രമായൊരു മാറ്റം ഇത് കാലം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിലേക്കൊക്കെ എത്തണമെങ്കിൽ അധ്യക്ഷൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അവര് പറഞ്ഞു, നമ്മളോട് പറഞ്ഞു, ഞാനിത് എന്റെ അനുഭവം പറയുന്നു, പക്ഷെ ജീവിതം ദുരിതപൂർവ്വമാക്കില്ല എങ്കിൽ ഞാൻ നിയമത്തിന്റെ വഴിയിലേക്ക് പോകാൻ തയ്യാറാണെന്നാണ് സിദ്ദിഖിനെതിരെ പറഞ്ഞ ആ പെൺകുട്ടി പറഞ്ഞത്. അപ്പൊ വീണ്ടും ഇവിടുത്തെ സർക്കാർ അതിജീവിതകളെ വീണ്ടും എരകളെ വീണ്ടും പീഡിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് വളരെ പെട്ടെന്ന് അവർക്കെതിരെയുള്ള നടപടികൾ നീങ്ങുന്നു. അതിന്റെ പ്രിഡേറ്റർ
കുറ്റവാളി എന്ന ആ കുറ്റാരോപിതൻ അവർ വീണ്ടും വീണ്ടും അതിശക്തരാകുന്ന ഒരവസ്ഥ സർക്കാർ ഉണ്ടാക്കരുത്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഇവിടുത്തെ പാർശ്വവൽക്കരന്റെ, ദരിദ്രന്റെ, ഇവിടുത്തെ നിസ്സാരന്റെ, നിസ്സഹായന്റെ, നിരാലംബന്റെ കൂടെ നിൽക്കുന്ന സർക്കാരാണെന്നാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ലോകമെമ്പാടും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചങ്ങലകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മനുഷ്യവംശത്തിന് വളരെ പ്രതീക്ഷ കൊടുത്തൊരു പ്രസ്ഥാനമാണ് നയിക്കുന്നതെന്ന് ഓർക്കണം. അത് മറക്കരുത് അവർ. അപ്പൊ അത് മറക്കാതെ അവർ ഈ എരകളോടൊപ്പം, ഞങ്ങൾ എരകളോടൊപ്പം നിൽക്കുന്നത് പറയുന്നത് വെറും വീൺവാക്കായിട്ട് മാറാതെ, അത് വെറും വാചകമടിയായിട്ട് മാറാതെ പ്രവൃത്തിയിൽ ഈ ഗവൺമെന്റ് അത് കാണിക്കണം. പ്രവൃത്തിയിൽ ഞങ്ങൾ എരകളോടൊപ്പമാണ്. പ്രിഡേറ്റർമാരുടെ അല്ലെങ്കിൽ കഴുകന്മാരുടെ, നീചന്മാരുടെ കൂടെ അല്ല ഞങ്ങൾ എന്നുള്ളത് പ്രവൃത്തി കൊണ്ട് അവർ തെളിയിക്കട്ടെ. തെളിയിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ ഗവൺമെന്റിനുണ്ട്. ആ ഗവൺമെന്റിന്റെ കൂടെ തീർച്ചയായിട്ടും ഇവിടുത്തെ നീതിയും സത്യവും ആഗ്രഹിക്കുന്ന, നീതിയും നിയമവാഴ്ചയും സ്വപ്നം കാണുന്ന ഒരു ജനതയും ചെറുപ്പക്കാരും പെൺകുട്ടികളും സ്ത്രീകളും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. അവർക്ക് ഇവരുടെ തുറന്നു പറച്ചിൽ, നമ്മുടെ അതിജീവിതയുടെ തുറന്നു പറച്ചിൽ, ബംഗാളിൽ നിന്നുള്ള അതിജീവിതയുടെ തുറന്നു പറച്ചിൽ വലിയ ധൈര്യം നൽകുന്നു, വലിയ പ്രതീക്ഷ നൽകുന്നു. അന്തസ്സോടുകൂടി ഇവിടെ സിനിമാ മേഖലയിൽ മാത്രമല്ല, കന്യാസ്ത്രീ ആണെങ്കിലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും കോടതിയിൽ പ്രവർത്തിക്കുന്നവരും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും അന്തസ്സോടുകൂടി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയും. അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കും. അതിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ട് നമ്മൾ ഇതിനെ കാണണമെന്ന് എനിക്ക് തോന്നുന്നു ജയകുമാർ. ഉറപ്പായും ഫാദർ, അത് തന്നെയാണ്. അപ്പോൾ അത് ആ നിലയ്ക്ക് അതിജീവിതകൾക്ക് അവരുടെ പരാതി ആത്മവിശ്വാസത്തോടെ ഉന്നയിക്കാനും അതിന്മേൽ നിയമ നടപടിക്ക് വഴിയൊരുക്കുന്ന തരത്തിൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. രഞ്ജിത്തിനെതിരായ പരാതിയിലെ ഈ കേസ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതെങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ് ഇനി പരിശോധിക്കേണ്ടത്. അക്കാര്യത്തിൽ ഒരു സോഷ്യൽ ഓഡിറ്റ്, ഇപ്പോൾ ഫാദർ സൂചിപ്പിച്ചതുപോലെ ഒരു നിരീക്ഷണം എല്ലാവരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് മൊഴി രേഖപ്പെടുത്തൽ, അതുപോലെ തന്നെ സാക്ഷികളായി ഇപ്പോൾ പരാതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നവർ നൽകുന്ന അവരുടെ പക്കലുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറും. അതൊക്കെ ഈ കേസിൽ നിർണായകമാകും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടിയിലേക്ക് പോലീസ് വേഗത്തിൽ കടക്കും എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.